നമസ്കാരം. പ്രധാന വാർത്തകൾ. സംസ്ഥാനത്ത് ദുരിതപ്പെയ്ത്ത് തുടരുന്നു. മലമ്പുഴ ബാണാസുര സാഗർ ഡാമുകൾ തുറന്നു. പെരിയാർ, ചിന്നാർ, മുതിരപ്പുഴ തീരങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം. കൊടകരയിൽ കെട്ടിടമിടിഞ്ഞ് വീണ് 3 തൊഴിലാളികൾ മരിച്ചു. കോഴിക്കോട് വൻ ലഹരിവേട്ട. 1 കിലോ ഹാഷിഷ് ഓയിലും 22 ഗ്രാം MDMAയും പിടിച്ചു. 2 പേർ അറസ്റ്റിൽ. ലഹരിക്കെതിരെ ഒറ്റയാൾ പോരാട്ടവുമായി നെയ്യാറ്റിൻകര സ്വദേശി. തിരുവനായ ഭീതിയിൽ അടിമാലി ടൗൺ. കാൽനടയാത്രക്കാർക്കെതിരായ ആക്രമണം തുടർക്കഥ. കൊട്ടാരക്കരയിൽ 3 പേർക്ക് നായയുടെ കടിയേറ്റു. പരിക്കേറ്റവർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. വടക്കഞ്ചേരിയിൽ അനധികൃത വെടിക്കെട്ട്. അനുമതി നൽകിയിട്ടില്ലെന്ന് തഹസിൽദാറും റവന്യൂ വകുപ്പും. വെടിക്കെട്ട് നടത്തിയിട്ടില്ലെന്ന് ക്ഷേത്രം ഭാരവാഹികൾ. ദൃശ്യങ്ങൾ പുറത്ത്. വിശദമായി നോക്കാം. സംസ്ഥാനത്ത് മഴക്കെടുതിയിൽ ഇന്ന് 4 മരണം. കൊടകരയിൽ 3 ഇതര സംസ്ഥാന തൊഴിലാളികളും എറണാകുളം മാറാടിയിൽ ഒരാളുമാണ് മരിച്ചത്. പല ജില്ലകളിലും ശക്തമായ മഴ തുടരുകയാണ്. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2359.46 അടിയായി. മലമ്പുഴ ബാണാസുര സാഗർ ഡാമുകൾ തുറന്നു. സംസ്ഥാനത്ത് 2 ദിവസം കൂടി മഴ തുടരും. മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഒറ്റപ്പെട്ട ശക്തമായ മഴ തുടരുകയാണ്. തൃശൂർ കൊടകരയിൽ പഴയ കെട്ടിടം ഇടിഞ്ഞു വീണ് 3 ഇതര സംസ്ഥാന തൊഴിലാളികൾ മരിച്ചു. എറണാകുളം മാറാടി പഞ്ചായത്ത് 4-ാം മൈലിൽ കനാലിൽ വീണ് മധ്യവയസ്കൻ മരിച്ചു. ചന്തപ്പറമ്പിൽ അയ്യപ്പനാണ് മരിച്ചത്. ഇടുക്കി കട്ടപ്പന വലിയ തൊവളാമെട്ട് നെല്ലിക്കൽ വിജയന്റെ നിർമ്മാണത്തിലിരുന്ന വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. ജലനിരപ്പ് ഉയർന്നതിനാൽ പെരിയാർ, ചിന്നാർ, മുതിരപ്പുഴയാർ തീരങ്ങളിലേക്കുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കോതമംഗലത്തിന് സമീപം വെറ്റിലപ്പാറയിൽ വീട് നിലംപൊത്തി 2 പേർക്ക് പരിക്കുണ്ട്. വെറ്റിലപ്പാറ ദശലക്ഷം കോളനിയിലെ കൃഷ്ണൻകുട്ടി, ഭാര്യ അമ്മിണി എന്നിവർക്കാണ് പരിക്കേറ്റത്. മണികണ്ഠൻ ചാൽ, ചപ്പാത്തിൽ യാത്രയ്ക്കിപ്പോഴും വഞ്ചിയാണ് ആശ്രയം. കനത്ത മഴയിൽ പാലക്കാട് കൊടുന്തിരപ്പുള്ളിയിൽ കളപ്പറമ്പ് സ്വദേശി നിലാവൂർ നിസയുടെ വീടിന്റെ കിണറിടിഞ്ഞു താഴ്ന്നു. കോഴിക്കോടിന്റെ കിഴക്കൻ മലയോര മേഖലയിൽ ശക്തമായ മഴയുണ്ട്. കാരശ്ശേരി, കൂടരഞ്ഞി പഞ്ചായത്തിലെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധിയാണ്. പാലക്കാട് മലമ്പുഴ ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. ഇടുക്കി ഡാമിലെ ജലനിരപ്പ് 2359.46 ആണ്. സംഭരണശേഷിയുടെ 53.82%. ഭൂതത്താൻകെട്ട് ഡാമിന്റെ 11 ഷട്ടറുകൾ തുറന്നു. ജലനിരപ്പ് ഉയർന്നതിനെ തുടർന്ന് മുല്ലപ്പെരിയാർ ഡാമിന്റെ സ്പിൽവേ തുറന്നേക്കുമെന്ന് തമിഴ്നാട് മുന്നറിയിപ്പ് നൽകി. ന്യൂസ് ഡെസ്ക്, ന്യൂസ് 18. തിരുവനന്തപുരം പുതുക്കുറിച്ചിയിൽ മത്സ്യബന്ധന വെള്ളം മറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയുടെ മൃതദേഹം കണ്ടെത്തി. പുതുക്കുറിച്ചി സ്വദേശി ആന്റണിയാണ് മരിച്ചത്. മത്സ്യബന്ധനത്തിന് പോകുമ്പോൾ ശക്തമായ തിരയിൽ വെള്ളം മറിയുകയായിരുന്നു. വള്ളത്തിലുണ്ടായിരുന്ന 3 പേർ നീന്തി രക്ഷപ്പെട്ടിരുന്നു. രാവിലെ പുത്തൻതോപ്പ് കടലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. തിരുവനന്തപുരം കിളിമാനൂരിൽ നിന്ന് കാണാതായ യുവതിയെ കണ്ടെത്തി. തമ്പാനൂർ റെയിൽവേ പോലീസാണ് പാർവതിയെ കസ്റ്റഡിയിലെടുത്തത്. സംശയാസ്പദമായ സാഹചര്യത്തിൽ റെയിൽവേ സ്റ്റേഷൻ കണ്ടപ്പോൾ ചോദ്യം ചെയ്യുകയായിരുന്നു. കിളിമാനൂർ പോലീസ് ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയും. കോഴിക്കോട് വീണ്ടും വൻ ലഹരിവേട്ട. 1 കിലോ ഹാഷിഷ് ഓയിലും 22 ഗ്രാം MDMAയുമായി 2 പേർ പിടിയിലായി. കല്ലായി സ്വദേശി NP ഷാജഹാൻ, ബേപ്പൂരിൽ വാടകയ്ക്ക് താമസിക്കുന്ന ലക്ഷദ്വീപ് സ്വദേശിയായ മുഹമ്മദ് റാസി എന്നിവരാണ് പിടിയിലായത്. മാവൂർ റോഡ് പരിസരത്ത് വെച്ചായിരുന്നു ഇവരെ പിടികൂടിയത്. ലഹരിക്കെതിരെയുള്ള ഒറ്റയാൾ പോരാട്ടവുമായി തിരുവനന്തപുരം നെയ്യാറ്റിൻകര സ്വദേശി. കുടമാറ്റം എന്ന ഏകപാത്ര നാടകം അവതരിപ്പിച്ചുകൊണ്ടാണ് സുനിൽ കൃഷ്ണ ലഹരിക്കെതിരെ പോരാടുന്നത്. ശുദ്ധമാവട്ടെ സകലതും. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.
പ്രൊഫഷണൽ നാടകരംഗത്ത് സജീവമായിരുന്നു സുനിൽ കൃഷ്ണ. പിന്നീട് പല കാരണങ്ങളാൽ ഈ രംഗത്ത് തുടരാനായില്ല. ലഹരിക്കെതിരെയുള്ള സന്ദേശം ഉയർത്തിയാണ് 26 മിനിറ്റ് നീളുന്ന ഈ ഏകപാത്ര നാടകം. സ്കൂളുകളിലും കോളേജുകളിലും ഉൾപ്പെടെ വിവിധ സംഘടനകൾ നൽകിയ 100-ലധികം വേദികളിൽ ഇതിനോടകം നാടകം അവതരിപ്പിച്ചു. എന്റെ പ്രിയപ്പെട്ട മുറി കൈകൾ വരയ്ക്കുന്നു. ആരെങ്കിലും ഒരു ഡ്രഗിന്റെ ഒരു ഡ്രോപ്പ് പ്ലീസ്. ഒരു വലിയ വിപത്താണ് ലഹരിയും മയക്കുമരുന്ന്. അത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാമല്ലോ. ഒരു കലാകാരൻ എന്ന നിലയിൽ എനിക്കെന്ത് ചെയ്യാൻ കഴിയും എന്ന ഒരു തീരുമാനമാണ് 20 മിനിറ്റ് ദൈർഘ്യമുള്ള കുടമാറ്റം എന്ന ഈ കലാസൃഷ്ടി ആ ഒരു തീരുമാനത്തിലിട്ട് വരികയും ഞാനത് അവതരിപ്പിക്കുകയും ചെയ്യുന്നത്. കുടുംബ പശ്ചാത്തലത്തിലൂടെ കഥ പറയുന്നതാണ് ഏകാംഗ നാടകം. നാടകകൃത്ത് ബാബു പള്ളാശ്ശേരിയുടേതാണ് രചന. സംവിധായകൻ കാരോട് ജയചന്ദ്രനാണ് ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. കിളിയൂർ കിഷോറാണ് പശ്ചാത്തല സംഗീതം. മനുഷ്യന്റെ രക്തത്തില് ഇത്രയും ലഹരി ഉണ്ടായിരുന്നോ? ഈ രാസലഹരിക്കെതിരെ എങ്ങനെ ഈ സമൂഹത്തിൽ ബോധവൽക്കരണം നടത്താം എന്ന ചിന്തയിൽ നിന്നുമാണ് 20 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഏകപാത്ര നാടകം സൃഷ്ടിച്ച് രംഗത്ത് അവതരിപ്പിക്കാൻ തയ്യാറായത്. നാടകം എന്ന കലാരൂപം മനുഷ്യ മനസ്സിൽ പെട്ടെന്ന് എത്തിച്ചേരാൻ കഴിയും. അതുകൊണ്ടാണ് ഈ സൃഷ്ടി ഞങ്ങൾ രാസലഹരിക്കെതിരെ ഒരു പോരാട്ടമായി മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കലാവിഷ്കാരത്തിലൂടെ ലഹരി ഉപയോഗം ഒരു പരിധിവരെ കുറയ്ക്കാൻ സാധിക്കുമെന്നാണ് സുനിലിന്റെ പക്ഷം. ന്യൂസ് 18 നെയ്യാറ്റിൻകര. തെരുവുനായ ശല്യത്തിൽ പൊറുതിമുട്ടി അടിമാലി ടൗൺ. കൂട്ടമായി എത്തുന്ന തെരുവുനായ്ക്കൾ നിരവധി പേരെയാണ് ആക്രമിക്കുന്നത്. അടിമാലി ടൗണിൽ തമ്പടിച്ചിട്ടുള്ള തെരുവുനായ്ക്കൾ ജനങ്ങൾക്ക് ഭീഷണിയാവുകയാണ്. കൂട്ടം കൂടുന്ന തെരുവുനായ്ക്കൾ വാഹനങ്ങൾക്ക് കുറുകെ ചാടുന്നതും കാൽനടയാത്രക്കാരെ ആക്രമിക്കുന്നതും പതിവാണ്. നമ്മുടെ സംസ്ഥാനത്താകെ വളരെ വലിയ തോതിൽ ഗുരുതരമായി കുഞ്ഞുങ്ങളെ അടക്കം പട്ടികടിക്കുകയും അതിനുശേഷം വാക്സിൻ എടുത്തിട്ട് പോലും പേളയുകയും ചെയ്യുന്ന സാഹചര്യം നിലനിൽക്കുന്ന ഭീതിജനകമായ അന്തരീക്ഷത്തിലാണ് അടിമാലി ടൗണിൽ പട്ടികളുടെ ജാഥയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിയന്ത്രിക്കാൻ ആവശ്യമായ നടപടികൾ ഗവൺമെന്റ് സ്വീകരിക്കണം. അടിമാലി ഗ്രാമപഞ്ചായത്ത് അക്കാര്യത്തിൽ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. രാത്രികാലങ്ങളിലാണ് നായശല്യം രൂക്ഷം. ടൗണിൽ ഏറ്റവും അധികം ആളുകൾ വന്നു പോകുന്ന സെസ്ട്രൽ ജംഗ്ഷൻ ഭാഗത്താണ് തെരുവുനായ്ക്കൾ കൂട്ടം കൂടുന്നത്. ദൂരസ്ഥലങ്ങളിലേക്ക് ബസ് കാത്തു നിൽക്കുന്നവരും ഭക്ഷണം കഴിക്കാനെത്തുന്നവരും താലൂക്ക് ആശുപത്രിയിലെ രോഗികളുടെ കൂട്ടിരിപ്പുകാരുമെല്ലാമാണ് ഇവിടെ എത്തുന്നത്. തെരുവുനായ്ക്കളുടെ വിഹാര കേന്ദ്രമായി ടൗൺ മാറിയിട്ടും ഗ്രാമപഞ്ചായത്ത് ഉൾപ്പെടെ നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധം ശക്തമാണ്. ന്യൂസ് 18 അടിമാലി. കൊട്ടാരക്കര ടൗണിൽ തെരുവുനായ ആക്രമണം. 3 പേർക്ക് കടിയേറ്റു. ഇവർ കൊട്ടാരക്കര താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. പുലർച്ചെ 5 മണിക്ക് പാലു വാങ്ങാനായി പുറത്തിറങ്ങിയ കൊട്ടാരക്കര സ്വദേശി കുഞ്ഞുമോളെയാണ് തെരുവുനായ ആക്രമിച്ചത്. വീട്ടമ്മയുടെ കാലിൽ കടിച്ച നായ ഭീതി പടർത്തി ഗണപതി ക്ഷേത്ര പരിസരത്തേക്ക് ഓടിപ്പോയി. കടിക്കുമായിരുന്നു, ചാടി കടിക്കുമായിരുന്നു. നൈറ്റി എല്ലാം വലിച്ച് കീറി വെച്ച് കടിക്കുമായിരുന്നു. അങ്ങനെ മുറ്റത്ത് വേറെ ഒരാൾ നിന്ന് ഹെൽമെറ്റ് വെച്ച് അടിച്ചണക്കെ ഒന്നും പോയില്ല. പിന്നെ ഒത്തിരി അടിച്ചണക്കെ അത് പിന്നെ പോയത്. ഗണപതി ക്ഷേത്രത്തിലെ കൊടിമരത്തിന് സമീപം പ്രാർത്ഥിച്ചു നിന്ന ഭക്തനെയും നായ ആക്രമിച്ചു. പള്ളിക്കൽ സ്വദേശി പ്രകാശനാണ് കടിയേറ്റത്. ഇരുവരും കൊട്ടാരക്കര ആശുപത്രിയിൽ ചികിത്സ തേടി. ഉദ്യോഗസ്ഥർ ഈ കാര്യത്തിൽ ഒരു തീരുമാനമെടുത്ത് ഈ കൊട്ടാരക്കര നഗരസഭയിൽ ABC പ്രോഗ്രാം അടിയന്തരമായി നടപ്പാക്കിയേ മതിയാവുകയുള്ളൂ. അത് ഇന്ന് കൗൺസിലുണ്ട്. ആ കൗൺസിൽ ശക്തമായ നിലയിൽ അത് ഞങ്ങൾ എല്ലാവരും കൂടി ചേർന്ന് എല്ലാ കൗൺസിലർമാരും ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ പദ്ധതി കൊട്ടാരക്കരയിൽ അടിയന്തരമായി നടപ്പാക്കും.
പരിഭ്രാന്തി പരത്തി കൊട്ടാരക്കര ചന്തമുക്കിലെത്തിയ തെരുവുനായ കെട്ടിട നിർമ്മാണ തൊഴിലാളി സലീമിനെയും കടിച്ചു. നഗരസഭാ പരിധിയിലെ ABC പ്രവർത്തനങ്ങൾ വേഗത്തിലാക്കാനുള്ള പ്രവർത്തനങ്ങൾ ഉടൻ ആരംഭിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 കൊട്ടാരക്കര. പാലക്കാട് മണ്ണാർക്കാട് കാട്ടുപന്നി കുറുകെ ചാടിയതിനെ തുടർന്ന് ഓട്ടോറിക്ഷ അപകടത്തിൽപ്പെട്ടു. ചങ്ങലേരിയിൽ രാവിലെയായിരുന്നു അപകടം. ഓട്ടോ ഡ്രൈവർ തെങ്ങിങ്ങൽ ഷൌക്കത്തിന് പരിക്കേറ്റു. പന്നി ഇടിച്ചതിനെ തുടർന്ന് നിയന്ത്രണം വിട്ട് ഓട്ടോ മറിയുകയായിരുന്നു. പാലക്കാട് 9ാം ക്ലാസ് വിദ്യാർത്ഥിനി ആശിർ നന്ദയുടെ വീട്ടിൽ ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ സന്ദർശിച്ചു. ആയുർ നന്ദ പഠിച്ച ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളും അദ്ദേഹം സന്ദർശിച്ചു. മരണത്തിൽ പോലീസ് അന്വേഷണവും പുരോഗമിക്കുകയാണ്. ആശിർ നന്ദയുടെ തച്ചനാട്ടുകരയിലെ വീട്ടിലാണ് ബാലാവകാശ കമ്മീഷൻ എത്തിയത്. മാതാപിതാക്കളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും കമ്മീഷൻ ചെയർമാൻ KV മനോജ് കുമാർ വിവരങ്ങൾ ചോദിച്ചറിഞ്ഞു. നിരവധി CBSE സ്കൂളുകളിൽ സമാനമായ ചൂഷണം നടക്കുന്നുണ്ടെന്ന് KV മോഹൻകുമാർ. കൃത്യമായിട്ട് ഇത്തരം സ്കൂളുകളെ നിയന്ത്രിക്കുന്നതിനാവശ്യമായ നിയമനിർമ്മാണവും അടക്കം ഉണ്ടാവണമെന്നാണ് കമ്മീഷൻ ആഗ്രഹിക്കുന്നത്. ഈ വിഷയത്തിൽ കമ്മീഷൻ കൃത്യമായ ഇടപെടലുകൾ കമ്മീഷന്റെ ഭാഗത്തുനിന്നുണ്ടാവും. സെന്റ് ഡൊമിനിക് കോൺവെന്റ് സ്കൂളിലും കമ്മീഷൻ പരിശോധന നടത്തി. പോലീസിന്റെ അന്വേഷണവും പുരോഗമിക്കുകയാണ്. ആത്മഹത്യാക്കുറിപ്പിലെ കൈയക്ഷരം പോലീസ് പരിശോധിക്കും. മാത്രമല്ല, മാതാപിതാക്കളുടെയും അധ്യാപകരുടെയും മൊഴിയും രേഖപ്പെടുത്തും. കഴിഞ്ഞ ദിവസം ആശിർ നന്ദയുടെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ചിരുന്ന 2 അധ്യാപകരെ കൂടി പുറത്താക്കിയിരുന്നു. മാർക്ക് കുറഞ്ഞതിൽ അധ്യാപകരുടെ മാനസിക പീഡനത്തിൽ മനംനൊന്താണ് ആശിർ നന്ദ ആത്മഹത്യ ചെയ്തത്. ന്യൂസ് 18 പാലക്കാട്. വടക്കഞ്ചേരിയിൽ അനധികൃത വെടിക്കെട്ട്. പാലക്കാട് നെറുംകണ്ണമ്പ്ര ശ്രീ പള്ളിയറ ക്ഷേത്രത്തിലാണ് അനുമതിയില്ലാതെ വെടിക്കെട്ട് നടത്തിയത്. പ്രതിഷ്ഠാ ചടങ്ങിന്റെ ഭാഗമായി ഇന്നലെ വൈകിട്ടായിരുന്നു വെടിക്കെട്ട്. വെടിക്കെട്ടിന് അനുമതി നൽകിയിട്ടില്ലെന്ന് തഹസിൽദാറും റവന്യൂ വകുപ്പും അറിയിച്ചു. കിലോമീറ്ററുകളോളം പ്രകമ്പനമുണ്ടായിരുന്നുവെന്ന് നാട്ടുകാർ പറയുന്നു. വെടിക്കെട്ട് നടന്നിട്ടില്ലെന്നാണ് ക്ഷേത്രം ഭാരവാഹികൾ പറയുന്നത്. എന്നാൽ ഇതിന്റെ ദൃശ്യങ്ങളും പുറത്തുവന്നു. കണ്ണൂർ പയ്യന്നൂരിൽ വയോധികയുടെ കഴുത്തിൽ കത്തിവെച്ച് സ്വർണ്ണാഭരണങ്ങൾ കവർന്ന സംഭവത്തിൽ മണിക്കൂറുകൾക്കകം പ്രതി പിടിയിലായി. കരിവെള്ളൂർ കൂക്കാനത്തെ രാജേന്ദ്രനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. അന്നൂർ കൊരവയലിലെ സാവിത്രിയെ കത്തിമുനയിൽ നിർത്തി മാലയും കമ്മലും കവർന്നു. 2 മാസം മുൻപ് മരം മുറിക്കാനെത്തിയ സംഘത്തിൽ രാജേന്ദ്രനും ഉണ്ടായിരുന്നു. ഭർത്താവ് രവീന്ദ്രൻ വർക്ക്ഷോപ്പിൽ ജോലിക്ക് പോയാൽ പകൽ സാവിത്രി വീട്ടിൽ തനിച്ചാണെന്ന് മനസ്സിലാക്കിയാണ് രാജേന്ദ്രൻ കവർച്ച ആസൂത്രണം ചെയ്തത്. ആളെ തിരിച്ചറിയാതിരിക്കാനായി മഴക്കൂട്ട് ധരിച്ചാണ് എത്തിയത്. രാജേന്ദ്രനെ തിങ്കളാഴ്ച കസ്റ്റഡിയിൽ വാങ്ങും. കൊല്ലം പുനലൂരിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിൽ. ചെമ്മന്തൂർ കടുവാക്കുഴി സ്വദേശി ബിനീസാണ് അറസ്റ്റിലായത്. ഇയാൾ നഗ്നചിത്രങ്ങൾ പെൺകുട്ടിയുടെ ബന്ധുക്കൾക്ക് ഉൾപ്പെടെ അയച്ചു നൽകിയിരുന്നു. തുടർന്ന് പുനലൂർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. പോക്സോ IT ആക്ടുകൾ പ്രകാരമായിരുന്നു കേസ്. മലപ്പുറം കുറ്റിപ്പുറത്ത് നിർമ്മിച്ച പുതിയ റെയിൽവേ മേൽപ്പാലത്തിന്റെ കോമ്പോസിറ്റ് ഗാർഡൻ ഇന്ന് സ്ഥാപിക്കും. രാത്രി 10 മുതൽ 11:30 വരെയും 11:30 മുതൽ നാളെ പുലർച്ചെ 2:15 വരെയുമാണ് ഗാർഡർ സ്ഥാപിക്കുക. ദേശീയപാത 66 6-വരിപ്പാത നിർമ്മാണത്തിന്റെ ഭാഗമായാണ് ഈ പ്രവൃത്തി. 2 ഭാഗങ്ങളിലായി 3.25 മണിക്കൂറാണ് ഗർഡർ സ്ഥാപിക്കാൻ റെയിൽവേ കരാർ കമ്പനിയായ KNRLCL-ന് അനുവദിച്ചിരിക്കുന്നത്. ഈ സമയത്ത് 3 തീവണ്ടികൾ ഇതുവഴി കടന്നുപോകും. മാവേലി എക്സ്പ്രസ്, വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ്, തിരുവനന്തപുരം നോർത്ത് ഭാവ്നഗർ എക്സ്പ്രസ് എന്നിവ. ഇതിൽ തിരുവനന്തപുരം നോർത്ത് ഭാവ്നഗർ എക്സ്പ്രസിന് കുറ്റിപ്പുറത്ത് സ്റ്റോപ്പില്ല. മറ്റ് 2 തീവണ്ടികളായ മാവേലി എക്സ്പ്രസ് 125 മിനിറ്റും വെസ്റ്റ് കോസ്റ്റ് എക്സ്പ്രസ് 105 മിനിറ്റും യാത്രയ്ക്കിടയിൽ പിടിച്ചിടും. ഒരാഴ്ച മുമ്പാണ് ഗർഡറിന്റെ അവസാനഘട്ട സുരക്ഷാ പരിശോധന നടന്നത്. നേരത്തെ ജനുവരി 25-നായിരുന്നു കോമ്പോസിറ്റ് ഗർഡർ സ്ഥാപിക്കുന്നത് തീരുമാനിച്ചിരുന്നത്. എന്നാൽ നിർമ്മാണം ആ കാലയളവിൽ പൂർത്തിയായില്ല. നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായപ്പോൾ പിന്നീട് മെയ് 5-ന് സ്ഥാപിക്കാൻ സൗകര്യമൊരുക്കണമെന്ന് അഭ്യർത്ഥിച്ച് കരാർ കമ്പനി അപേക്ഷ നൽകിയിരുന്നു. പക്ഷേ റെയിൽവേയുടെ വിവിധ ഭാഗങ്ങളുടെ സുരക്ഷാ പരിശോധന പൂർത്തീകരിക്കാൻ കാലതാമസം നേരിട്ടു. അതിനാൽ അത് വീണ്ടും വൈകി. നിർമ്മാണം പൂർത്തിയായ കോമ്പോസിറ്റ് ഗർഡർ ആധുനിക രീതിയിലുള്ള ഹൈഡ്രോളിക് ജാക്കുകൾ ഉപയോഗിച്ച് ഗർഡർ സ്ഥാപിക്കുന്ന ഭാഗത്തേക്ക് നീക്കുന്ന പ്രവൃത്തി നേരത്തെ പൂർത്തിയായിരുന്നു. കോമ്പോസിറ്റ് ഗർഡറിന് 63.7 മീറ്റർ നീളവും 16 മീറ്റർ വീതിയുമാണുള്ളത്. ന്യൂസ് 18 കുറ്റിപ്പുറം.
കൊച്ചി തീരത്ത് മുങ്ങിയ ചരക്ക് കപ്പലിൽ നിന്നുള്ള മാലിന്യം നീക്കാത്തത് ദുരിതമാകുന്നു. തിരുവനന്തപുരം വർക്കല തീരത്തടിഞ്ഞ മാലിന്യം പൂർണ്ണമായി മാറ്റാത്തതാണ് പ്രതിസന്ധി. മാലിന്യം വിനോദസഞ്ചാരികൾക്കും വ്യാപാരികൾക്കും വലിയ തലവേദനയാവുകയാണ്. ഒരു മാസം മുമ്പാണ് അപകടത്തിൽപ്പെട്ട കപ്പലിൽ നിന്നുള്ള കണ്ടെയ്നർ പാപനാശം തീരത്ത് അടിഞ്ഞത്. കണ്ടെയ്നർ പൊട്ടി ഉള്ളിലുണ്ടായിരുന്ന പെട്ടികൾ തീരത്ത് ചിതറിയിരുന്നു. വെളുത്ത പൊടി പോലെയുള്ള വസ്തു തീരത്ത് അടിഞ്ഞത് തൊട്ടടുത്ത ദിവസം തന്നെ പോലീസ് നീക്കി. എന്നാൽ 2 തടിപ്പെട്ടിയിൽ ഉണ്ടായിരുന്ന സാധനങ്ങൾ തീരത്ത് ഉപേക്ഷിക്കുകയായിരുന്നു. പാപനാശം കടലിലേക്ക് ഒഴുകിയെത്തുന്ന നീരുറവകൾക്ക് സമീപമാണ് ഉപേക്ഷിച്ചത്. പെട്ടിയിൽ നിന്നും ദുർഗന്ധം വമിക്കുന്ന പഞ്ഞി പോലെയുള്ള വസ്തു നീരുറവയിൽ കുന്നുകൂടി കിടക്കുകയാണ്. കഴിഞ്ഞ ദിവസം വർക്കല നഗരസഭ ശുചീകരണ പ്രവർത്തകർ തീരം ശുചീകരിച്ചപ്പോഴും ഇവ നീക്കിയില്ല. കപ്പലിൽ നിന്ന് വീണ വസ്തുവായതിനാൽ ഇവ നീക്കം ചെയ്യാൻ സാധിക്കില്ല എന്നാണ് നിലപാട്. കഴിഞ്ഞ ദിവസം നമ്മുടെ കപ്പൽ കടലിൽ മറിയുണ്ടായി. അതിനോടനുബന്ധിച്ച് കണ്ടെയ്നറുകൾ നമ്മുടെ പാപനാശനം കടപ്പുറത്ത് വന്ന് അടിയുകയും അതിനോടനുബന്ധിച്ച് ഇവിടെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ വന്ന് ഈ പാപനാശനം കടപ്പുറത്ത് ഇരുന്നതും കുടുംബശ്രീ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആൾക്കാർ അത് ക്ലീൻ ചെയ്തെങ്കിലും നമ്മുടെ ഈ തോട്ടിലായിട്ട് കുറേ സാധനങ്ങൾ 2-3 ബോക്സ് സാധനങ്ങൾ അവിടെ തോട്ടിൽ കിടന്ന് ചീഞ്ഞ് ഈ ഒട്ടനവധി ടൂറിസ്റ്റുകളും അതുപോലെ തന്നെ ബലിതർപ്പണത്തിന് വരുന്ന ആൾക്കാരും ഇവിടെ എത്തുന്ന സ്ഥലമാണ്. അവർക്ക് തന്നെ അത് വളരെയധികം അസഖ്യമായിട്ടിരിക്കുകയാണ്. ഇതിന് അനുബന്ധപ്പെട്ടിട്ടുള്ള അധികാരികൾ ഇത് കറക്റ്റായിട്ട് അതിനുള്ള നടപടികൾ എടുക്കണം. പിതൃതർപ്പണം കഴിഞ്ഞ് ഭക്തർ കുളിക്കാനെത്തുന്ന തീരത്ത് ദുർഗന്ധം വമിക്കുന്ന വസ്തു നിറഞ്ഞു കഴിഞ്ഞു. പാപനാശം തീരത്തെ മാലിന്യം അടിയന്തരമായി നീക്കിയില്ലെങ്കിൽ സഞ്ചാരികൾക്കും വലിയ ബുദ്ധിമുട്ടാകും. ന്യൂസ് 18 വർക്കല. മൂന്നാറിലേക്ക് എത്തുന്ന വിനോദസഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിൽ ഒന്നാണ് ഇരവികുളം ദേശീയോദ്യാനം. മഴക്കാലമെത്തിയതോടെ മൺസൂൺ ടൂറിസം ആസ്വദിക്കാൻ ഉദ്യാനത്തിലെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും വർദ്ധിച്ചിട്ടുണ്ട്. ചാറ്റൽ മഴയും കാറ്റിൽ ഓടിയെത്തി ദൂരേക്ക് മറയുന്ന കോടമഞ്ഞും പുൽമേടുകളിൽ മഞ്ഞും തണുപ്പുമൊന്നും പ്രശ്നമല്ലെന്ന രീതിയിൽ മേയുന്ന വരയാട്ടിൻ കൂട്ടങ്ങൾ. ഒരിക്കൽ വന്നാൽ വീണ്ടും വീണ്ടും വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന മനോഹര കാഴ്ചകളാണ് ഇരവികുളം ദേശീയോദ്യാനത്തിലുള്ളത്. കനത്ത മഴയെ അവഗണിച്ചും രാജമലയിൽ വിനോദസഞ്ചാരികളുടെ വലിയ തിരക്ക് തുടരുകയാണ്. വിദേശികൾ ഉൾപ്പെടെ സഞ്ചാരികൾ കനത്ത മൂടൽമഞ്ഞും തണുത്ത കാറ്റും ശക്തമായ മഴയും അവഗണിച്ച് വരയാടുകളെ കാണാൻ രാജമലയിലെത്തുന്നു. I experienced this first time, and the weather here, the climate changes are too good, and cleanliness, neatness is all well. It's 10 by 10. അറബ് നാടുകളിൽ നിന്നുള്ള സന്ദർശകരും എത്തുന്നുണ്ട്. മഹാരാഷ്ട്ര, കർണാടക, തമിഴ്നാട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരാണ് സന്ദർശകരിൽ ഏറെയും. കനത്ത മഴയെ തുടർന്ന് 2 ആഴ്ച മുമ്പ് വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. എന്നാൽ നിയന്ത്രണങ്ങൾ നീങ്ങിയതോടെ മോൺസൂൺ ടൂറിസം ആസ്വദിക്കാൻ നിരവധി പേർ എത്തുന്നുണ്ട്. ന്യൂസ് 18 മൂന്നാർ. തിരുവനന്തപുരം വർക്കല മുട്ടപ്പലം ബംഗ്ലാവ് മുക്കിൽ നാട്ടുകാരുടെ വെള്ളം കൂടി മുട്ടിയിട്ട് വർഷങ്ങളായി. കിണർ വെള്ളത്തിന് അസഹ്യമായ ദുർഗന്ധവും രുചിവ്യത്യാസവും അനുഭവപ്പെടുന്നതാണ് പ്രതിസന്ധി. ആസിഡ് കലർന്നതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. മുട്ടപ്പലത്ത് പ്രവർത്തിക്കുന്ന പ്രിന്റിംഗ് പ്രസിൽ നിന്നാണ് കുടിവെള്ളത്തിൽ രാസവസ്തുക്കൾ കലർന്നത്. നേരത്തെ നടത്തിയ പരിശോധനയിൽ ആസിഡ് സാന്നിധ്യം സ്ഥിരീകരിച്ചിരുന്നു. കിണർ വെള്ളത്തിന് രുചിവ്യത്യാസമുണ്ട്, അസഹനീയമായ ദുർഗന്ധവും. രാസവസ്തുക്കൾ കലർന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നു. കുടിവെള്ളം നിലച്ചതോടെ പ്രദേശവാസികളാകെ ബുദ്ധിമുട്ടിലാണ്. ഇത് അവര് അൺഓതറൈസ്ഡ് ഏജൻസിക്ക് കെമിക്കൽസ് കൊണ്ടുപോയ കേസാണ്. ഇത് പൊല്യൂഷൻ കൺട്രോളിന് ഇത് കണ്ടു കഴിഞ്ഞാൽ അപ്പോഴേ കേസെടുത്ത് പൂട്ടണം. ഇത് എന്തുകൊണ്ട് ആക്ഷൻ എടുത്തില്ല മാഡം? അതിപ്പോ ഞാൻ മെമ്പർ സെക്രട്ടറിക്ക് കൊടുത്തപ്പോ പരാതി ഇതിനകത്തുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. അത് ഞാൻ പറയുന്നില്ല. ഞാൻ ചെറിയ കാര്യങ്ങളൊന്നും മാഡത്തിന് ബാധിക്കുമ്പോ ഞാൻ പറഞ്ഞോട്ടെ, ഞാനൊരു ജില്ലാ ഓഫീസറാണ്. ഈ തിരുവനന്തപുരത്ത് ഒരേ ഓഫീസാണുള്ളത്, ജില്ലാ ഓഫീസറാണ് ഞാൻ. എന്റെ മുകളിലുള്ള ഓഫീസേഴ്സ് എല്ലാം കണ്ടിട്ട് വന്ന ഫയലിലാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം വന്നിട്ട് ഞാൻ കൊടുക്കുന്നത്. അപ്പൊ അതാണ് ഞങ്ങൾ പറയുന്നത്. ഇത് നേരായ വഴിയിലല്ല ഇത്തരത്തിലുള്ള കണ്ടീഷൻ വെച്ച് പറഞ്ഞോട്ടെ.
പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന് കണ്ടീഷൻ വെച്ചിട്ട് ലൈസൻസ് നമുക്ക് കൊടുക്കാം. പരാതിയുടെ അടിസ്ഥാനത്തിൽ വിവിധ വകുപ്പുകൾ പരിശോധന നടത്തിയിരുന്നു. പരിശോധന മുറ പോലെ നടക്കുന്നതല്ലാതെ സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കാനോ കുടിവെള്ളം ശുദ്ധീകരിക്കാനോ ബദൽ സംവിധാനം ഏർപ്പെടുത്താനോ നടപടിയുണ്ടായില്ല. വെള്ളമില്ലാതായതോടെ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലാണ്. വെള്ളം എത്തിക്കുമെന്ന പഞ്ചായത്തിന്റെ വാക്കും നടപ്പായില്ല. ഇതോടെ കമ്പനിയെ സഹായിക്കാനുള്ള നീക്കമാണിതെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ന്യൂസ് 18 വർക്കല. ഇടുക്കി ചിന്നക്കനാലിലെ 12 ഏക്കറിലധികം വരുന്ന ഭൂമിയിലെ കയ്യേറ്റം ഒഴിപ്പിച്ചു. CPM പ്രാദേശിക നേതാവ് ഉൾപ്പെടെയുള്ളവർ കൈവശം വെച്ചിരുന്ന ഭൂമി ഒഴിപ്പിച്ചതിൽ ഉൾപ്പെടുന്നുണ്ട്. വ്യാജരേഖകൾ ചമച്ചായിരുന്നു കയ്യേറ്റക്കാർ ഭൂമി കൈവശം വെച്ചിരുന്നത്. CPM ശാന്തൻപാറ ഏരിയ കമ്മിറ്റി അംഗം VX ആൽബിൻ കൈവശം വെച്ചിരുന്ന 2 ഏക്കർ 80 സെന്റ് ഭൂമി ഉൾപ്പെടെയുള്ള കയ്യേറ്റമാണ് ഒഴിപ്പിച്ചത്. ചിന്നക്കനാലിൽ 2 ഭാഗങ്ങളിലായി 12 പേരാണ് കയ്യേറ്റം നടത്തിയത്. ചിന്നക്കനാൽ വെലക്ക് റോഡിന് ഇരുവശത്തുമായി 2 ഏക്കർ 88 സെന്റ് ഭൂമിയിൽ 7 പേരും, സൂര്യനെല്ലി റോഡിന് സമീപം 9 ഏക്കർ 53 സെന്റ് ഭൂമിയിൽ ആൽബിൻ ഉൾപ്പെടെ 5 പേരുമാണ് കയ്യേറ്റം നടത്തിയത്. 2000-ന്റെ തുടക്കത്തിലായിരുന്നു കയ്യേറ്റം നടന്നത്. സോണിയ എലിസബത്ത്, റാണി തങ്കച്ചൻ, ബോബി സക്രിയ, പ്രമോദ് ജോസഫ്, ഗ്രേസ് തോമസ്, തോമസ് മാത്യു, ജോസ് ജോസഫ് എന്നിവരാണ് കയ്യേറ്റക്കാർ. വള്ളിയമ്മ എന്ന പേരിൽ ഭൂമിക്ക് പട്ടയവും സൃഷ്ടിച്ചിരുന്നു. മൂന്നാർ ദൗത്യകാലത്ത് കയ്യേറ്റം കണ്ടെത്തിയിരുന്നെങ്കിലും കയ്യേറ്റക്കാർ കോടതിയെ സമീപിച്ചിരുന്നതിനാൽ ഏറ്റെടുക്കൽ വൈകി. സർക്കാർ ഭൂമി പാവപ്പെട്ട ആളുകൾക്ക് പതിച്ചു കൊടുക്കണം എന്ന ഒരു നിലപാടാണ് സർക്കാരിനുള്ളത്. ആ സമയത്താണ് ഇത്തരത്തിലുള്ള വലിയ കയ്യേറ്റങ്ങൾ നടത്തി സർക്കാരിൻ്റെ ഭൂമി ചില വ്യക്തികൾ മാത്രം കൈവശം വയ്ക്കുന്നത്. അപ്പോൾ അതാണ് അങ്ങനെയുള്ള വൻകിട കയ്യേറ്റങ്ങളെയാണ് ഒഴിപ്പിച്ചെടുക്കുന്നത്. ചെറുകിട ഇതിനകത്ത് തന്നെ ആർക്കെങ്കിലും ഇപ്പം ഈ നേരത്തെ നടത്തിയ വൻകിട കയ്യേറ്റങ്ങളിൽ നിന്ന് കൈമാറി കിട്ടിയ ആളുകളാണ് ഇതിനകത്തുള്ളത്. അവർക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ, അവർക്ക് നിയമപരമായിട്ട് പതിച്ചു കിട്ടാൻ അർഹതയുണ്ടെങ്കിൽ അവർക്കും ആ ഭൂമി കൊടുക്കുന്നതിനും സർക്കാരിനൊന്നും അത്തരത്തിലുള്ള വിരോധമൊന്നുമില്ല. സൂര്യനെല്ലി റോഡിനോട് ചേർന്നുള്ള 9.5 ഏക്കറിൽ അധികം വരുന്ന ഭൂമിയിൽ VX ആൽബിനെ കൂടാതെ ചക്കുകുളം സ്വദേശി സിബി തോമസ്, മുംബൈ സ്വദേശി അൻഷുൽ സിനോയ്, തിരുവനന്തപുരം സ്വദേശി അനിൽ ജേക്കബ് എന്നിവരാണ് ഭൂമി കൈവശം വെച്ചിരിക്കുന്നത്. ചിന്നക്കനാൽ വില്ലേജ് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഭൂമി ഏറ്റെടുത്തത്. ന്യൂസ് 18 ഇടുക്കി. ജപ്തിയിലൂടെ ഒരാൾക്കും അന്തി ഉറങ്ങാൻ വീടില്ലാത്ത അവസ്ഥ ഉണ്ടാക്കില്ലെന്ന മുഖ്യമന്ത്രിയുടെ ഉറപ്പ് കാറ്റിൽ പറത്തി കാസർഗോഡ് നീലേശ്വരം യൂണിയൻ ബാങ്കിന്റെ ജപ്തി നടപടി. ആകെയുള്ള ഒരു വീട് ബാങ്ക് ജപ്തി ചെയ്തതോടെ പെരുവഴിയിലായ പള്ളിക്കര മുണ്ടേമാളിലെ പത്മനാഭൻ ദേവി ദമ്പതികൾ ബാങ്ക് പൂട്ടിയെടുത്ത വീടിന്റെ വരാന്തയിലാണ് അന്തി ഉറങ്ങുന്നത്. അവിടെ നിന്നും ഇറങ്ങിപ്പോവാനാണ് ബാങ്കിന്റെ അന്ത്യശാസനം. ഇറങ്ങിപ്പോകാൻ മറ്റിടങ്ങളില്ലാത്ത പത്മനാഭനും ദേവിയും വീടിന് പുറത്ത് പ്ലാസ്റ്റിക് ഷീറ്റിട്ട താൽക്കാലിക ഷെഡിലും വരാന്തയിലുമാണ് കഴിയുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം ബാങ്ക് അധികൃതർ എത്തി രോഗബാധിതനായ പത്മനാഭനോടും ഭാര്യ ദേവിയോടും ഒഴിഞ്ഞു പോകണമെന്നാവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തിയതായി കുടുംബം പറയുന്നു. മകളുടെ വിവാഹാവശ്യത്തിനും വീടിന്റെ അറ്റകുറ്റപ്പണിക്കുമായാണ് 2016-ൽ പള്ളിക്കര മുണ്ടേമാടിലെ കുടുംബം 16 ലക്ഷം രൂപ വായ്പയെടുത്തത്. 13 ലക്ഷത്തോളം രൂപ തിരിച്ചടച്ചതായി കുടുംബം പറയുന്നു. വിദേശത്തായിരുന്ന മകൻ ജോലി നഷ്ടപ്പെട്ട് നാട്ടിലേക്ക് തിരിച്ചുവന്നതും പത്മനാഭൻ രോഗബാധിതനായതും പിന്നീട് തിരിച്ചടവിന് പ്രതിസന്ധിയായി. മുതലും പലിശയും ഉൾപ്പെടെ 25 ലക്ഷത്തോളം രൂപ കുടിശ്ശികയുള്ളതായാണ് ബാങ്കിന്റെ അറിയിപ്പ്. ഇത്രയും വലിയ തുക തിരിച്ചടയ്ക്കാൻ കഴിയാതെ നിസ്സഹായരായി കഴിയുകയാണ് നിർധന കുടുംബം. മോളെ കല്യാണത്തിന് വേണ്ടിയിട്ട് വീട് റിപ്പയർ ചെയ്യാനും മോളെ കല്യാണത്തിനും വേണ്ടിയിട്ട് എടുത്തതാണ്. 13 ലക്ഷം നമ്മ അടച്ചു. ഇപ്പൊ മോൻ ഗൾഫിലുണ്ടായിരുന്നു. മോനാന്ന് ഇതുവരെ ഇല്ലതെല്ലാം അടച്ചിന്. അച്ഛനും മോനും കൂടിയിട്ടാണ് അടച്ചത്. അപ്പൊ ബാക്കി അച്ഛന് സുഖമില്ലാതായി, മോൻ ഗൾഫിൽ നിന്ന് വന്നു. പ്രളയം, പിന്നെ കൊറോണ എല്ലാം വന്നിട്ടാണ് എല്ലാവരും നാട്ടിലായി. ആർക്കും ഒരു പണിയില്ലാതായി. അങ്ങനെയാണ് ഈ അടവ് മുടങ്ങിയത്. ഇപ്പൊ നമുക്കൊരു രക്ഷയില്ല. ബാങ്ക് വന്നിട്ട് എപ്പം ഭീഷണിപ്പെടുത്തുന്നത്. ഷീറ്റ് കെട്ടിയിട്ട് 2023 മെയ് 17-നാണ് നമ്മളെ പൂട്ടി പുറത്താക്കിയ ബാങ്ക്. ഇപ്പൊ ഷീറ്റ് കെട്ടിയിട്ട് പുറത്ത് താമസിച്ചോണ്ട് അപ്പൊ ഇന്നലെ ബാങ്കിൽ നിന്ന് ആദ്യം വന്നിട്ട് അവര് ഭീഷണിപ്പെടുത്തി ഷീറ്റെല്ലാം അയച്ച് നമ്മളെ ഉടുപ്പെല്ലാം വാരി പുറത്തേക്ക് ഇട്ടിട്ടാണ് അവര് പോയത്. എന്നീടെ നിന്നാലും നിങ്ങളുടെ പേരിൽ കേസെടുക്കുന്ന പറഞ്ഞിട്ടില്ല യൂണിയൻ ബാങ്ക്.
20 സെന്റ് സ്ഥലവും വീടുമാണ് യൂണിയൻ ബാങ്ക് ജപ്തി ചെയ്തിട്ടുള്ളത്. വാതിൽ സീൽ ചെയ്ത ബാങ്ക് അധികൃതർ വീടിനകത്തുണ്ടായിരുന്ന വസ്ത്രങ്ങളും മറ്റു വസ്തുക്കളും പുറത്ത് വലിച്ചെറിഞ്ഞതായും കുടുംബം ആരോപിക്കുന്നു. നിലവിലെ അവസ്ഥയിൽ പോകാൻ ഒരു ഇടമില്ലാതെ ഇനി എന്തു ചെയ്യണം എന്നറിയാതെ ആധിയോടെ കഴിയുകയാണ് നിർധനരായ ഈ കുടുംബം. KV ബൈജു, ന്യൂസ് 18, കാസർഗോഡ്. സ്വർണ്ണവെള്ളി നിരക്കുകൾ കൂടി നോക്കാം. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 2985, പവന് 71,880. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 7,405, പവന് 59,240. വെള്ളി ഗ്രാമിന് 118, കിലോയ്ക്ക് 1,08,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. സ്പോർട്ട് ലൈവ് കാണാം. ഇടവേളയ്ക്ക് ശേഷം ടോം കുര്യാക്കോസ് ചേരും.